അസ്സലാമു അലൈക്കും ഡിയേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഫിഖ്ഹ് പാഠപുസ്തകത്തിലെ 2ാം ചാപ്റ്ററാണ്. കഴിഞ്ഞ വീഡിയോയിൽ ചാപ്റ്റർ 1 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ചാപ്റ്റർ 2 നിസ്കാരം. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ വിശദീകരിച്ചു. സെക്കൻഡ് ചാപ്റ്ററിൽ രണ്ടാമത്തെ ഇസ്ലാം കാര്യമായിട്ടുള്ള നിസ്കാരത്തെക്കുറിച്ചിട്ടാണ് വിശദീകരിക്കുന്നത്. ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത് നിസ്കാരമാണെന്ന് നാം പഠിച്ചുവല്ലോ. ഇനി നിസ്കാരത്തെക്കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ താഴെ നോക്കൂ. നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അത് 5 സമയങ്ങളിലായി നിർവഹിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഏറ്റവും പുണ്യമുള്ള ഇബാദത്ത് ഏതാണ്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധന. അത് നിസ്കാരമാണ്. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആരെ? നിസ്കരിക്കുന്നവനെ. 5 സമയങ്ങളിലായിട്ട് നിർവഹിക്കേണ്ടതാണ് എന്ത്? നിസ്കാരം. ഇനി അതിന് താഴെ ഒരു റൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് നിസ്കാരങ്ങളുടെ ക്രമം. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്. ഒന്നുകൂടെ നോക്കിയേ. ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ ആൻഡ് സുബ്ഹ്. ഇതാണ് 5 നേരങ്ങളിലുള്ള നിസ്കാരത്തിൻ്റെ പേരുകൾ. നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കാം. ചാപ്റ്റർ 2 വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഇനി അതിൻ്റെ തദ്രീബാത്താണ് പേജ് നമ്പർ 8. കളർ നോക്കി നിസ്കാരത്തിൻ്റെ പേരെഴുതാം. ആക്ടിവിറ്റി 1 അതാണ്. അപ്പം നമ്മൾ ആ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള ആ റൗണ്ടുകളുടെ കളർ ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് ആ ഒരു ഓർഡറിൽ ഇവിടെ നിസ്കാരത്തിൻ്റെ പേര് എഴുതാം. ഓക്കെ. ഫസ്റ്റ് ഉള്ളത് റെഡ് കളറാണ്. അവിടെ ളുഹർ. സെക്കൻഡ് ഗ്രീൻ ആണ്. അവിടെ അസ്ർ. തേർഡ് വൺ മഗ്രിബ്. ഫോർത്ത് വൺ ഇശാ ആൻഡ് ലാസ്റ്റ് വൺ സുബ്ഹ്. ആ ഒരു ഓർഡറിൽ പേരുകൾ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് അതിന് താഴെ വരുന്ന സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പൂർത്തിയാക്കാം. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 എന്ന് കൊടുത്തിട്ട് ളുഹർ കൊടുത്തിട്ടുണ്ട് അവിടെ. ഇനി 2, 3 ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനാണ്. 2ഉം 3ഉം നിസ്കാരങ്ങളുടെ പേരുകൾ എഴുതുക. 4 അവിടെ കൊടുത്തിട്ടുണ്ട് ഇശാ. ലാസ്റ്റ് വൺ അവിടെ ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ രണ്ടാമത്തത് അസ്ർ, 3 മഗ്രിബ്, 5ാമത്തത് സുബ്ഹ്. വളരെ സിമ്പിളാണ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ 5 സമയങ്ങളിലുള്ള നിസ്കാരത്തിൻ്റെ ഓർഡർ പഠിക്കുക. അതുപോലെ അതിൻ്റെ പേരുകൾ പഠിക്കുക. ഇനി 3ാമത്തെ ആക്ടിവിറ്റി വരുന്നത് പറഞ്ഞ് പഠിക്കാം ഓരോ നിസ്കാരത്തിൻ്റെയും പേരുകൾ. ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോഴേക്ക് നിങ്ങൾ 5 നേരത്തെ നിസ്കാരങ്ങളുടെ പേരുകൾ ക്ലിയറായിട്ട് എഴുതാനും വായിക്കാനും പഠിക്കണം. ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ ഉള്ളത്. ഇൻഷാ അല്ലാഹ്.